പ്രവാചകൻ ഞാനാണ്. ആ പെൺകുട്ടികൾ ഫ്രാൻസിലെ പ്രസംഗം നടക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്ന അധാർമികമായ സ്ത്രീകളുടെ വടികൾ മുഴുവനും ഏറ്റവും വലിയ അരാജകത്വത്തിലേക്ക് നടന്നു പോയപ്പോൾ യൂറോപ്പിന്റെ പരിഷ്കാരത്തിന്റെ കിളിവാതിലായി എറിയപ്പെടുന്ന ഫ്രാൻസ് നഗരത്തിൽ മതപണ്ഡിതന്മാര് മതപ്രവാസം നടത്തിയപ്പോൾ മാരണം തുറന്നു കണ്ട മാരണത്തിന് മുകളിൽ എന്റെ പ്രവാചകൻ ഞാനാണ് എന്ന് എഴുതി വെച്ചുകൊണ്ട് ഫെമിനിസ്റ്റുകളായ ചെറുപ്പക്കാര് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പെണ്ണിന്റെ ശരീരം മാറുമ്പോ ഞാനിത് വെറുതെ പറയുന്നതല്ല. ഏറ്റവും വലിയ ആസക്തി കള്ളിനോടല്ല, പലിശയോടല്ല, ആവാസത്തോടല്ല, പെണ്ണിന്റെ പച്ചമാംസത്തോട് ആസക്തി കാണിക്കുന്ന ഏതുവരെയാ. കഴിഞ്ഞാഴ്ച ഇതേവരെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ കേട്ടുകാക്കാത്ത വാസകേട്ടിട്ട് ലോകം നടുങ്ങി തിരിച്ചു നിൽക്കുകയാ. ആർഷഭാഗത്തിന്റെ നടുവിൽ തന്നെ 9 മാസം നൊന്ത് പ്രസവിച്ച മാതാവിന് ആരുമില്ലാത്ത സമയത്ത് കരുത്ത് നിരത്തി കൊലപ്പെടുത്തിയിട്ട മരിച്ചു കിടക്കുന്ന മാതാവിനെ മലപ്പുറത്ത് കിടത്തി മാനവം കണ്ടത് മകന്റെ വാർത്തയുടെ മുമ്പിൽ ആ വാക്കുമീത് സംസാരിക്കുക. പെണ്ണെന്ന് കേട്ടാൽ ഇത് അമ്മയാകട്ടെ ഉമ്മയാകട്ടെ പെങ്ങളാകട്ടെ ആരുമാകട്ടെ വലിയരിലൂടെ നടന്നു പോകുന്ന പെണ്ണിന് നൊന്ത് പ്രസവിച്ച മാതാവിനെ കരുത്ത് നിരത്തി കൊലപ്പെടുത്തിയിട്ട് മരിച്ചു കിടക്കുന്ന സ്വന്തം ഉമ്മാന്ന് വിളിച്ച വിളിച്ചിട്ട് കവലത്ത് മുത്തം കൊടുത്ത ആരുടെ മാരണത്തിൽ നിന്നാണോ അമ്മിങ്ങപ്പാട് മുഴുകിയത് അതേ മാരണത്തിലേക്ക്, ആരുടെ മാരണത്തിൽ നിന്നാണോ ജീവിതത്തിന്റെ പ്രഥമ പദത്തിയുടെ പോഷകാഹാരമായ മുലപ്പാലിന് തന്നത് അതേ മാരണത്തിലേക്ക് കാമപ്രാന്തോടുകൂടി പറഞ്ഞു കിടക്കുന്ന മകന്റെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പെണ്ണാണെന്ന് ചർച്ച ചെയ്യുമ്പോ പെണ്ണിനെ പിടിച്ചു നിർത്താൻ ലോകത്തിന് മുമ്പിൽ നിയമ സംവിധാനങ്ങൾ മുഴുവനെ പരാജയപ്പെടുമ്പോ ലോകത്ത് പെണ്ണിന്റെ സ്വാതന്ത്ര്യമെന്തെന്ന് നിഷ്കർഷിക്കുവാന് ആ പെണ്ണ് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാറ് ഇഷ്ടങ്ങളതിന് മുമ്പിൽ പരാജയപ്പെട്ട് കിടക്കുമ്പോ യൂറോപ്പിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഈ പറയുന്നത് കേരളത്തിന്റെ മാത്രം കഥയല്ല, ഇന്ത്യയുടെ മാത്രം കഥയല്ല. യൂറോപ്പിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ആ യൂറോപ്പിലെ പല പ്രധാനപ്പെട്ട നാമൊക്കെ പുരോഗമനത്തിന്റെ കവാടമെന്ന് അവകാശപ്പെടുന്ന നഗരങ്ങളിൽ പോലും വെയിറ്റിംഗ് ഷെഡിന്റെ മറുഭാഗത്ത് മറ്റ് ശീതീകരിച്ച റൂമുകളുണ്ട്. ആ ശീതീകരിച്ച റൂമിന്റെ പേര് പ്രോസ്റ്റിറ്റ്യൂട്ട് റൂം എന്ന. റോഡിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാൽ വഴിയരികിൽ നിൽക്കുന്ന പെണ്ണിനെയും പിടിച്ചുകൊണ്ട് കടന്നുപോയി വ്യഭിചരിക്കാൻ വഴിയരികിലെ വെയിറ്റിംഗ് ഷെഡിലെ സൗകര്യമൊരുക്കുന്ന യൂറോപ്യൻ നഗരങ്ങളുടെ നടുവ് പെണ്ണാണ് ഏറ്റവും അധാർമികതയുടെ വർത്തമെന്ന് ആധുനിക ലോകത്തിന്റെ വിശാരദന്മാര് പറയുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെണ്ണ് ജീവിതത്തിന്റെ ദൗർബല്യമായി പോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ആരാ അവരെന്നറിയോ? കൈവാറിയത്തിന്റെ മത്താവ് വിളിച്ചിരുന്നിട്ട് അഹിയാനെന്ന ചുരുയിലാഹീന ഇതാരങ്ങിയ രാവിലെ മുതൽ വൈകുന്നേരം മാറി മാറി കിടപ്പറയിൽ പെണ്ണ് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പെണ്ണിന്റെ സാമീപ്യത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് ഒരു പെണ്ണിനെ പോലും എന്റെ കിടപ്പറയിൽ എനിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം തിരിച്ചിറങ്ങി പോകുമ്പോഴാണ് എന്റെ സഹോദരി നടന്നു വരുന്നത് കണ്ടത്. ഇന്നൊരു പെണ്ണിന്റെ സാമീപ്യമില്ലാതെ കിടന്നാൽ ഉറക്കം വരാത്തത് കൊണ്ട് എന്റെ സഹോദരിയെ പിടിച്ച് കിടപ്പറയിൽ കിടത്തി അന്നത്തെ രാത്രി പെണ്ണിനോടുള്ള താരം തീർത്തവനാണ് ഞാനെന്ന് പരസ്യമായിട്ട് പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ കാത്തറബുകളുടെ മുമ്പിലാ അള്ളാഹുവിന്റെ ഇസ്ലാം വഴി കാണിച്ചു കൊടുത്തത്. ജബലുഖുബൈസിന്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാന്റെ റസൂല് ഓടിക്കൊടുത്തില്ലേ? മക്കാ ഖുറൈശികളെ പെണ്ണാണ് ഏറ്റവും വലിയ ആസക്തി എന്ന് കരുതിയ മക്കാ ഖുറൈശികളെ തഖറബുസിനാ വലാ തഖറബുസിനാ വ്യഭിചരിക്കരുതേ എന്നല്ല, ഒരു പ്രത്യശാസ്ത്രത്തിന് സംവിധാനം ചെയ്യാൻ കഴിയാത്ത പെണ്ണിനെ അടക്കി നിർത്താൻ കഴിയുന്ന ഒരേ ഒരു വാക്കുകൊണ്ട് പെണ്ണിന് മാനമെന്ന് നിശ്ചയിച്ചു കൊടുത്ത വിശുദ്ധമായ ഇസ്ലാം പറയാ വ്യഭിചരിക്കരുതേ എന്നല്ല, ആ വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പാടില്ല. ഇന്നഹു കാന ഫാഹിശ, ആ
വ്യഭിചാരം ഏറ്റവും വലിയ മഹാപാപമാ. പടച്ചറപ്പിരിക്കപ്പെടാത്തടാ, നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നടാ. എന്നെ കേൾക്കാത്ത യുവാക്കളോട് യുവതികളോട് കാലഘട്ടത്തിന്റെ മുഴുവനും ക്രൗര്യതകളെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന എന്റെ പൊന്നുമോനെ, ഈ ആയത്തിറങ്ങേണ്ട താമസം. അതുകൊണ്ടല്ലേ ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാതിരുന്ന, ഒരു കുറ്റാന്വേഷണ സംവിധാനമില്ലാതിരുന്ന, തെറ്റ് ചെയ്താൽ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലാനോ വിചാരണ ചെയ്യാനോ ഒരു കോടതി പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവിചാരിതമായി തന്റെ കടയിൽ വെച്ചിട്ടൊരു പെണ്ണുമായി വ്യഭിചരിച്ചിട്ട് കുറ്റബോധമുണ്ടായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് നബിയേ നബിയേ, പരസ്യമായിട്ട് തന്റെ പരസ്പരം കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ വ്യഭിചരിച്ചു യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് എറിഞ്ഞുകൊല്ലോ, എന്നെ ഒന്ന് എറിഞ്ഞുകൊല്ലോ, എന്നെ ഒന്ന് എറിഞ്ഞുകൊല്ലോ. ലോകനിരത്തം വിസ്മയത്തോടെ നോക്കി നിൽക്കുമ്പോ ഒരു പോലീസ് സ്റ്റേഷനില്ല, ഒരു പോലീസുകാരനില്ല, ഒരു കുറ്റത്തിന്റെ കോടതിയില്ല. ആളുകൾ കൂടിയിരിക്കുന്ന മദീനത്തെ പള്ളിയുടെ ചാരത്തേക്ക് വന്നിട്ട് അറിയാതെ വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് എറിഞ്ഞുകൊല്ലുമോ എന്ന് ചോദിച്ചിട്ട് ജനമധ്യത്തിൽ ഇറക്കണത്തുകൊണ്ട് ആളുകളെ കല്ലെറിയുമ്പോ എറിഞ്ഞ കല്ലുകൾ കൊണ്ട് തലച്ചോറ് ചിതറത്തെറിച്ചിട്ട് തലച്ചോറ് വെളിയിലേക്ക് വരുമ്പോ കരിങ്കല്ലുകളെ ശരീരത്തിലേക്ക് വീണിട്ട് പച്ചമാംസത്തിലേക്ക് കുത്തിയിറങ്ങി രക്തം തടം തല്ലിയാത്തൊടുകുമ്പോ അവസാനം രക്തം വാങ്ങി മദീനത്തെ മരുഭൂമിയിലേക്ക് വീഴുമ്പോ ഓടി വന്നിട്ട് തന്റെ ശിരസ്സെടുത്ത് മടിയിലേക്ക് വെച്ച മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യമില്ലേ, യാ റസൂലല്ലാഹ്, എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ച നബിയേ, അല്ലാഹു സ്വീകരിച്ച നബിയേ, ആരും കണ്ടിട്ടില്ല ഞാൻ തൗബ ചെയ്തതെന്റെ പടച്ചറപ്പ് സ്വീകരിച്ച നബിയേ, അങ്ങയുടെ മടിയിൽ കിടന്നിട്ട് രക്തം തടം തല്ലിയാത്തിടവേ മായി പെണ്ണാനും വിട പറഞ്ഞ നാളെ പടച്ചറപ്പിന്റെ സ്വർഗമുറപ്പാണ് നബിയേ. എന്നെ ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കറയുന്ന ഒരു സമയത്ത് പാപം ചെയ്യുകയും ആ പാപത്തിന്റെ പരിണിത ഫലം തിരിച്ചറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കണ്ട് കല്ലേറുകളെ സ്വയമേറ്റ് വാങ്ങുന്ന ഒരു പരിവർത്തന സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ അല്ലാഹുവിന്റെ ഇസ്ലാമിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തൊരു പ്രസ്ഥാനത്തിൽ കഴിച്ചിട്ടില്ല. പള്ളിവികാരുടെ മുമ്പിൽ കുമ്പസാരക്കൂട്ടിൽ തെളിച്ചു പറയുന്നതല്ല ഇസ്ലാമിന്റെ കുറ്റസമ്മതേടാ, ഇത് ഇസ്ലാം സമ്മാനിച്ചതേടാ. കാർമികത്വം വഹിക്കുന്ന പുരോഹിതന്റെ മുമ്പിൽ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് താൻ ചെയ്ത തെറ്റുകൾ വേറൊരു ദൂതരുടെ തലയിലെ കെട്ടുവെക്കുന്നതല്ല, സ്വയം ഏറ്റുവാങ്ങുന്ന പടത്തറപ്പിന്റെ നരകത്തെ പേടിക്കുന്ന ഒരു യുവാക്കള് ലോക സമൂഹം. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.